ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ രാവിലെ തന്നെ മക്കളൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നമ്മളിന്നൊരു സ്ഥലം വരെ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങണ്ടാ പോകണതെന്നൊക്കെ. അപ്പോൾ അത് മോനെ റെഡിയാക്കി, ചെറിയ ആളെ റെഡിയാക്കി, മൂത്ത ആളെ ചെറിയ ആൾക്ക് ചെരുപ്പൊക്കെ ഇടാൻ ഹെൽപ്പ് ചെയ്യട്ടെ. മക്കളെ നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ നമ്മൾ ശീലാക്കട്ടെ. മൂത്തോരെ ഇളയോരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ശീലാക്കണം. അപ്പോൾ ഓട്ടോക്കാട്ടോ പോണത്. ഓട്ടോ ആകുമ്പോഴാണ് നമുക്ക് മക്കളായിട്ടൊക്കെ സുഖം. അപ്പം മമ്മാലിപ്പടിയൊക്കെ എത്തിക്കണ്. അപ്പോൾ നമ്മുടെ ആഫ്റ്റർ ഡെലിവറി കെയർ സെൻറ്റർ ഉള്ളതിപ്പോൾ പുതുപ്പറമ്പാണ് കേട്ടോ. കോളേജിൽ പഠിക്കുന്ന അങ്ങോട്ട് ഉള്ള റോട്ടിനാണ്, പുതുപ്പറമ്പ് റോട്ടിനാണ്. അപ്പോൾ നമ്മളവിടെ എത്തിക്കണ്. അതാണ് കേട്ടോ സെൻറ്റർ. ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണ്. നമ്മൾ വേറെ സ്ഥലത്തായിരുന്നു ആദ്യം ബുക്ക് ചെയ്തിരുന്നു. പിന്നെ അതിനെപ്പറ്റി ബാഡ് റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ നമ്മൾ മാറ്റിയതാട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലമായാലും നമ്മൾ നല്ലോണം അന്വേഷിച്ചിട്ട് തിരഞ്ഞെടുക്കുക നല്ലത് കേട്ടോ. നമ്മൾ ഹോം നേഴ്സിനെ നിർത്തി മടുത്ത പരിപാടിയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ ആഫ്റ്റർ ഡെലിവറി കെയർ സെൻ്ററാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മളവിടെ എത്തി. അവിടെ മേലേക്ക് ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സിസേറിയൻ കഴിഞ്ഞവർക്കായാലും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആട്ടോ. ഈ ലിഫ്റ്റ് ഇല്ലാത്ത സെൻറ്ററുകളുണ്ട്. പിന്നെ നമ്മളെല്ലാം അന്വേഷിച്ച് ഫുഡും കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് ചെന്നാൽ മതി. പിന്നെ അതാ മറ്റാൾ കുട്ടീനെ കളിപ്പിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഹോളും 2 ബെഡ്റൂമും 2 ബാത്റൂമും ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ ഒന്ന്. ഇതാണ് ഒരു ബെഡ്റൂം. 2 ബെഡ്റൂമിലും AC ഒക്കെ ഉള്ളത് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവൾക്ക് 3 മൂത്ത മക്കളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സിസ്റ്ററാട്ടോ പ്രസവിച്ചെടുക്കുന്നത്, അത് പറയാൻ മറന്നിരിക്കണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിലെ ബാത്റൂം. ഒന്ന് കോമൺ ബാത്റൂമാണ് കേട്ടോ ഉള്ളത്. കണ്ടില്ലേ, ബാത്റൂമൊക്കെ കണ്ടില്ലേ. പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് നല്ല വൃത്തിയും മെനൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇതാണ് അടുക്കള. അപ്പോൾ അമ്മ എന്നെ കണ്ടപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ അമ്മാനോട് പറഞ്ഞ് ഇവിടെ ഉള്ള ഫുഡ് എന്താ വെച്ചാൽ മതി. അപ്പം അമ്മക്ക് കുട്ടികളെ കണ്ടിട്ട് അമ്മമാരങ്ങനെയാണല്ലോ മക്കളെ കണ്ട. ഇതാണ് അവരെ തേച്ചൊക്കെ കിടക്കണേ. നമ്മളെ പാത്തി എന്ന് പറയും നമ്മൾ പണ്ടത്തെ കാലത്ത്. ധാര ചെയ്യാനുള്ള സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അത് നമ്മൾ സ്റ്റീം ചെയ്യൂലേ അതിനുള്ളതാട്ടോ. എല്ലാ ചികിത്സയും ഇവിടെ ഉണ്ട്. നല്ല ഫേസ് പാക്ക്, ബോഡി പാക്ക്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. നമുക്ക് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഹോം നേഴ്സിനൊക്കെ ആക്കിയാൽ നമുക്ക് അറിയാം അതിൻ്റെ അവസ്ഥ. പലരും പല അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയ ആൾക്ക് എൻ്റെ സിസ്റ്റർ ഇങ്ങനെ നഖം ട്രിം ചെയ്ത് കൊടുക്കുക. അത് പുതിയതായിട്ട് ഓൺലൈനിൽ വാങ്ങി. ഇതൊന്നും നല്ലതാട്ടോ കുട്ടികൾക്കൊക്കെ വാങ്ങണത്. അപ്പോൾ എൻ്റെ മോൻ അവിടെ നിന്ന് കണ്ട് അവൻ്റെ നഖം ആര് വെട്ടണ കണ്ടാലും നഖം വെട്ടണം എന്നുള്ളൊരു ചിന്തയാണ് അവന്. അപ്പോൾ ഇത് നല്ല ഹെൽപ്ഫുള്ളാട്ടോ. കാരണം കുട്ടികൾക്ക് മുറിയൊന്നും ആവില്ല. അപ്പോൾ നല്ല സുഖമുള്ള സംഗതിയാണത്. ഇതമ്മ ബിരിയാണിക്കുള്ള മിക്സൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. അവിടെ പാത്രങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അത് താത്താൻ്റെ മക്കൾ സ്കൂൾ വിട്ടു വന്നിക്കണ്. 3 ആളും സ്കൂളിട്ട് വന്നിക്കണ്. അപ്പോൾ ഇവനെ കണ്ടപ്പോഴുള്ള സന്തോഷമാണത്. ഇവർ 6 പേരും കൂടെ കണ്ടാൽ പിന്നെ എങ്ങനെയാണ്. പിന്നെ അവിടെ ഞാൻ പറയും ഭയങ്കര പടവം ബിരിയാണിയൊക്കെ വളമ്പി ചെറിയ ആൾക്ക് ഞാൻ ബിരിയാണി വാരിക്ക് കൊടുക്കുക കേട്ടോ. ഇത് എത്ര എളുപ്പം ഉണ്ടാക്കിയതാണെങ്കിലും ബിരിയാണി നല്ല സൂപ്പറായിരിക്കും. ഉമ്മാൻ്റെ ബിരിയാണി എത്രയോ പെട്ടെന്ന് ഉമ്മ മേക്ക് ചെയ്തതാണ്. അപ്പോൾ മറ്റാൾ കുറച്ചൊക്കെ തിന്ന്. പിന്നെ അതാ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പം ഞാൻ പറയക്കുന്ന ഇവരെ ഫുഡ് മതി പറഞ്ഞിട്ട് സാമ്പാറും ചോറും നല്ല മാന്തൾ പൊരിച്ചതും ഉപ്പേരിയൊക്കെ ഉണ്ട്. ബീഫിൻ്റെ ഒരു ഉപ്പേരി കേട്ടോ. ബീഫും ചേനയൊക്കെ കൂടി ഞാൻ ആദ്യമായിട്ട് കാണാം അങ്ങനത്തെ ഒരു ഉപ്പേരി. അതൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെറും ചോറും കഴിച്ചിട്ട് എനിക്ക് വെറും ചോറ് അവരുടെ എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് അടുക്കള എപ്പോഴാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കാണിക്കാൻ വിചാരിച്ചത്. അടുക്കള അതാട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫാമിലിക്ക് ഇത്രയൊക്കെ മതി. ഞാൻ എൻ്റെ അമ്മാനോട് പറഞ്ഞത്. കാരണം നമ്മൾ ഈ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളിടത്ത് ഈ 2 റൂമും 2 ബാത്റൂമും ഒരു ഹാളും ഒരു അടുക്കളയും അത്യാവശ്യത്തിന് അത് മതി. പക്ഷേ നമുക്ക് വീട് എത്രയും വലുതാവണം അത്രയും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മളതൊന്നും ചിന്തിക്കൂല. പിന്നീടാണ് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഇടയിൽ ഒരാൾ കൊട്ട തലയിൽ കമഴ്ത്തി കളിക്കുകയാണ്.
അപ്പം ഉമ്മ എന്നോട് ഇന്ന് പറയാണ് ഇവിടെ നിന്നോ എന്ന് പറയാം. മൂത്ത ആൾ ടൂർ പോയിട്ട് രാത്രി വരും. അപ്പോൾ ഞാൻ പറയാം അവൻ വരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കട്ടാ. അപ്പോൾ ഹോം നേഴ്സുമാർ നിർത്തിയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതൊന്ന് ചൂസ് ചെയ്യണത് നല്ലത്. ഒന്ന് നമുക്കൊന്ന് ട്രയൽ നോക്കണം നല്ലതാട്ടോ. എന്നാൽ ഓക്കെ, ബായ്. ഞാൻ അടുത്ത വീഡിയോ